ഈ വർഷം ആദ്യം തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവ്. അതിനുശേഷം എൻ്റെ ഒപ്പമുള്ള ശ്രീ തോമസ് ഐസക് വലിയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പത്തനംതിട്ടയിലെ യുവതീ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി. ആ പദ്ധതി പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇപ്പോഴിതാ 600 പേർക്ക് ജോലി ഇതിനോടകം ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു പ്രഖ്യാപനം നടത്തുകയാണ്. ഈ വർഷം അവസാനത്തോടുകൂടി 5000 യുവതീ യുവാക്കൾക്ക് പത്തനംതിട്ടയിൽ തൊഴിൽ നൽകുമെന്ന്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ തോമസ് ഐസക് കൂടെ ചേരുകയാണ്. ഈ 5000 പേർക്ക് ഈ വർഷം അവസാനം തൊഴിൽ, ഒരു വലിയ സന്തോഷമുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് അങ്ങ് നടത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ 20 ലക്ഷം പേർക്ക് ജോലി കൊടുക്കണം എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ ലക്ഷ്യം. അതിന് ഒത്തിരി പണി നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ, DWMS എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ജോലി ആവശ്യമുള്ളവർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം. പത്തനംതിട്ടയിൽ നിന്ന് 50,000 പേരുണ്ട്. കേരളം മുഴുവൻ എടുത്താൽ എത്രയാണോ 15-20 ലക്ഷം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മറുവശത്ത് തൊഴിൽ ദാതാക്കൾക്ക് ഞങ്ങൾക്ക് ഇന്ന യോഗ്യതയുള്ളവർ വേണം എന്നും പറഞ്ഞ് അവിടെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ തൊഴിൽ അന്വേഷകർക്ക് ഈ യോഗ്യതകൾ പരിശോധിച്ച് നോക്കിയിട്ട് ശമ്പളവും കാര്യങ്ങളും നോക്കി ഇഷ്ടമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും. അവർക്ക് പാസ്സായാൽ അവർക്ക് ജോലി കിട്ടും. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. പക്ഷേ ഈ ഡിമാൻഡും സപ്ലൈയും കൂട്ടുമുട്ടുന്നില്ല. തൊഴിൽ അന്വേഷകരും തൊഴിൽദാതാക്കളും തൊഴിലുണ്ട്, അന്വേഷകരും ഉണ്ട്, പക്ഷെ ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. അത് പ്രശ്നം. കാരണം എല്ലാവർക്കും ഇങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും അന്വേഷിക്കാനും ഈ പാരാവാരത്തിനുള്ളിൽ തപ്പിയെടുക്കാനൊന്നും കഴിവില്ല. അപ്പോൾ ഫലത്തിൽ വിവരമൊക്കെ ഉണ്ട്, നൽകുന്നില്ല. അപ്പോൾ പത്തനംതിട്ട നടക്കുന്ന പരീക്ഷ വെച്ചാൽ ഇവർ രണ്ടുപേരെയും അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ്. അതിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് പല രീതിയിൽ ഇവരെ സമീപിച്ച് ഇന്ന തൊഴിലുകളുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് നടത്തി, അവർക്ക് ചില അഭിമുഖ പരിശീലനം നൽകി അവരെ നമ്മൾ ഇൻ്റർവ്യൂവിന് അയക്കും. ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു 600ഓളം പേർക്ക് ജോലി തൊഴിൽദാതാക്കൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ വിവരം തൊഴിൽ അന്വേഷകർ വരെ അറിയുന്നില്ല. ഇത് സൈറ്റിൽ പോയി പ്ലാറ്റ്ഫോമിൽ കണ്ടുപിടിക്കണ്ടേ, അത് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി രീതി മാറ്റിയാണ്. നമ്മളിവിടെ തൊഴിലന്വേഷകരെ കണ്ടെത്തി അവർക്ക് പറ്റുന്ന പണികൾ ലഭ്യമാണോ എന്ന് നോക്കി അതിനുവേണ്ടി ഇവർക്കൊരു പരിശീലനം നടത്തി ഒരുമിച്ച് ഇൻ്റർവ്യൂവിന് വെക്കുന്നു. നമ്മളറിയും മാർക്കൊക്കെ കിട്ടിയെന്നുള്ളത് അവരറിയിക്കും. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഒരു പരിപാടി വലിയ തോതിൽ നടത്തുകയാണ്. വലിയ ജോബ് ഫെയർ, 20ഓളം തൊഴിൽദാതാക്കളിവിടെ വരും, കമ്പനികളും മറ്റും. അപ്പോൾ അതിനുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്ത് ജോലിക്ക് അപ്ലൈ ചെയ്താൽ അവർക്ക് അവിടെ ചെല്ലാം. ഇൻ്റർവ്യൂ അന്ന് തന്നെ വിവരം അറിയാം. അത് അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ 2000-ൽ പരം പേര് രജിസ്റ്റർ ചെയ്തു. അത് ഇനിയും കൂടും. അപ്പം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഒരു ദിവസം കൊണ്ടൊന്നും അവരെ കൗൺസിലിംഗ് നടത്താനോ ഇൻ്റർവ്യൂ ഇടാനൊന്നും കഴിയില്ല, എണ്ണം കൂടിപ്പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഓഗസ്റ്റ് 11 ഫെയർ മാറ്റിയിരിക്കുക. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ പത്തനംതിട്ടയിൽ തന്നെ യോഗങ്ങൾ വിളിച്ച് ഓരോ തൊഴിലിനും വേണ്ടി പ്രത്യേകം വിളിച്ച് ആ തൊഴിലിൻ്റെ പ്രത്യേകതയും അവരുടെ സാധ്യതകളെയും ഒക്കെ വിസ്തീരിച്ചു കൊടുക്കും. അവർക്കൊരു മോക്ക് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ഇതെങ്ങനെയാണ് അവിടെ അഭിമുഖീകരിക്കേണ്ടതെന്ന് പരിശീലനം നൽകും. എന്നിട്ട് 11 ഹാജരാക്കും.
ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പലപ്പോഴും തൊഴിൽപരമായ ക്വാളിഫിക്കേഷൻ കാണും, പക്ഷെ ശരിയാവണ്ണം റെസ്യൂം തയ്യാറാക്കാൻ പോലും അറിയാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കാണ് മോക്ക് ഇൻ്റർവ്യൂ ഉൾപ്പെടെ നടത്തി കൊടുക്കുന്നത്. അതെ, ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഒരു 500 പേര് വരും. അപ്പോൾ അവർക്ക് അന്ന് അവിടെ വെച്ച് തന്നെ നമുക്ക് ഇതിനൊക്കെയുള്ള ഒരു ഓറിയൻറ്റേഷൻ കൊടുത്ത് ഇൻ്റർവ്യൂവിന് വിടാവുന്ന 2000 ഇനിയും കൂടും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യാൻ പറ്റും, കുറച്ച് ദിവസം വേണ്ടി വരും. അപ്പോൾ ഈ റെസ്പോൺസ് വളരെ നല്ല റെസ്പോൺസാണ്. അത് പത്തനംതിട്ടക്കാർ തന്നെയാണോന്നില്ല, ഏത് ജില്ലയിൽ നിന്നുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ജോബ് ഫെയറിന് വരേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ITI സർട്ടിഫിക്കറ്റ്, പോളി, ഡിപ്ലോമ, BCom ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ കുറച്ച് വെറും ബിരുദധാരികൾക്ക് വേണ്ടിയുള്ളതുമുണ്ട്. അത് ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന. അപ്പോൾ കേരളത്തിൽ നിന്ന് എവിടെ നിന്നും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ DWMS പ്ലാറ്റ്ഫോമിൽ കയറി രജിസ്റ്റർ ചെയ്യാം. എന്നിട്ടോ ജോബ് ഫെയർ നോക്കിയിട്ട് അവിടെ ചെന്ന് ഏത് ജോലിക്കാണ് താല്പര്യം എന്ന് പറയാം. ഒരു ഗൂഗിൾ ഫോമാറ്റിൽ നമുക്ക് ഇവിടത്തേക്ക് ഈ ജോബ് ഫെയറിന് രജിസ്റ്റർ ചെയ്യണം. ഇവിടെ വന്നോളൂ, അവർക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാം. ഒറ്റ ദിവസം കൊണ്ട് 1000-1500 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. എങ്കിലത് വലിയ ബ്രേക്ക് ത്രൂ ആയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാർ ഒരു ജോബ് സ്റ്റേഷൻ തുടങ്ങി ഒരു തുറന്നു വെക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഏജൻസിക്ക് അപ്പുറത്തേക്ക് ഒരു കുടുംബശ്രീയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടു ഏതാണ്ട് ജനകീയാസൂത്രണ സമാനമായ വലിയൊരു പ്രോസസ്സല്ലേ ഈ പത്തനംതിട്ട ഇപ്പോൾ നടക്കുന്നത്? ഇത് അധികം സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും ഇല്ല. ജില്ലാതലത്തിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് യൂണിറ്റ് 3 പേര്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരല്ല, നമ്മുടെ ഇവിടുത്തെ വോളണ്ടിയേഴ്സിനെ സർക്കാർ എടുത്തിരിക്കുക. ഓരോ മണ്ഡലത്തിലും ഒരു ജോബ് സ്റ്റേഷൻ, അതിലെ ആകെ 3 പേര് വെച്ചാണ്, 15 പേര് അവർ. ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥരെന്ന്, സർക്കാരിന് ശമ്പളം മേടിക്കുന്നവർ. പക്ഷേ നമുക്ക് ഒരു 60-70 റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്, സന്നദ്ധാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ. കൂടാതെ പ്രൊഫഷണൽ റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്. അവരാണ് ഈ മോക്ക് ഇൻ്റർവ്യൂവും കൊടുക്കുകയും കൗൺസിലിങ്ങൊക്കെ ചെയ്യുന്നവരാണ്. റിട്ടയർഡ് പ്രൊഫസർമാർ, ചിലപ്പോൾ കോളേജ് പ്രൊഫസർമാർ, ഇവരൊക്കെ അടങ്ങുന്നതാണ്. ആ പ്രൊഫഷണൽ ഗ്രൂപ്പ് വേറൊരു 60 പേരാണ്. ഒരു 120ഓളം പേര് സന്നദ്ധാടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി വിപുലമാവുമ്പോൾ നമ്മളെ എണ്ണം കൂടും. എൻ്റെ മനസ്സിലുള്ളത് പത്തനംതിട്ടയിലൊരു 300 സന്നദ്ധ പ്രവർത്തകർ ഇതിൽ പ്രവർത്തിയെടുക്കുന്നവരായിട്ടുണ്ടാവും. അപ്പം ഇതൊരു തുടക്കമാണ് കേട്ടോ. ഇങ്ങനെ ജോലി പുറത്ത് എല്ലാം അന്വേഷിച്ച് കൊടുക്കുന്നു, പക്ഷേ ഇവിടെ ജോലി ഉണ്ടാക്കണം. അതാണ് പ്രധാനപ്പെട്ട വേറൊരു കാര്യം. അപ്പം അതിന് സ്റ്റാർട്ടപ്പുകളും പുതിയ സംരംഭങ്ങളും ഒക്കെ പത്തനംതിട്ട വന്നം. ഇനി അഭ്യസ്തവിദ്യരില്ലാത്തവർക്കും വേണമല്ലോ. കുടുംബശ്രീയുടെ KLift ഇവിടെയാണ് തുടങ്ങുന്നത്. അത് അടുത്ത മാസം 500 സംരംഭങ്ങളുമായി 500 പേർക്ക് തൊഴിലും കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി അതിൻ്റെ ലോഞ്ച് നടക്കുകയാണ്. കുടുംബശ്രീയുടെ കെയർ പ്രോഗ്രാമും ഇവിടെ തന്നെയുണ്ട്. കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫൈനൽ ഇയറിന് സ്കിൽ ട്രെയിനിങ് കൊടുത്ത് അവർ ഇൻറ്റേൺസായിട്ട് കമ്പനികൾക്ക് നൽകുന്നതിനുള്ള പ്രോഗ്രാംസ്, ടാലൻ്റ് ആക്സിലറേഷൻ പ്രോഗ്രാംസും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെല്ലാം കൂടിച്ചേരുന്നതാണ് ഈ വിജ്ഞാന പത്തനംതിട്ട എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്തൊരു 3-4 മാസത്തിനുള്ളിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരും. അപ്പം ഞാൻ ഈ പറഞ്ഞാൽ 300-400 സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിക്കാനായിട്ടുണ്ടാവും. അങ്ങനെ ഇത്രയും ആളുകളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി കാണുക, അവരെ കൊണ്ടുവരിക, അവർക്ക് ഉപദേശം കൊടുക്കുക, ധൈര്യം കൊടുക്കുക, ഇൻ്റർവ്യൂവിന് വിടുക, ഇതൊക്കെ ചെയ്യാൻ കുറച്ച് പേര് വേണം. നമ്മൾ പിന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ തൊഴിലാക്കളുടെ വിവരങ്ങളൊക്കെ ഉണ്ട്. കയറി ചെന്ന് നോക്കി പറ്റുന്നിടത്തൊന്നും പറഞ്ഞാൽ വരത്തില്ല. വന്നാൽ തന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ പോകും. അപ്പം അതിനൊരു ഓറിയൻറ്റേഷനൊക്കെ നൽകും.
അതുകൊണ്ടിത് മറ്റ് ജില്ലകളിൽ നിന്നുള്ള വ്യത്യാസം ഇതാണ്. ഇത് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത മാസം അറിയാമല്ലോ, ഈ ജോബ് ഫെയറോട് തന്നെ കാര്യങ്ങൾ വ്യക്തമാവും. മറ്റൊരു രസം എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കുവാണ് ജോലി വേണോ, ജോലി വേണോ, അങ്ങനെ ഇവരെ ഫോൺ ചെയ്ത്. ഇപ്പം ഞങ്ങൾ നോക്കിയപ്പോഴേ ഇവിടെ 50,000 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ജോലികളെല്ലാം എടുത്ത് ലിസ്റ്റ് ചെയ്ത് ഇപ്പം ഇവരുടെ യോഗ്യതയും ജോലിക്ക് വേണ്ടതും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 3.5 ലക്ഷം മാച്ചിങ് കേസ് ഉണ്ട്. അപ്പോൾ ഈ 50,000 പേരെ ഇങ്ങനെ മാച്ച് ചെയ്തിട്ടുള്ളവരൊക്കെ വിളിക്കുകയാണ്, അന്ന് അപ്ലൈ ചെയ്തല്ലോ, ജോലി വേണോ, ഇതെങ്ങനെ ജോലിയുണ്ട്, ഇഷ്ടമാണോ, എനിക്ക് ജോബ് സ്റ്റേഷനിൽ ചെല്ല്. അതിനുവേണ്ടി കോൾ സെൻറ്റർ സ്ഥാപിക്കുകയാണ്. അവർ വിളിക്കും. ആ പണി ആരംഭിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോഴേ ആർക്കും ഇതിൻ്റെ പ്രാധാന്യം അറിയത്തില്ല. വ്യക്തിപരമായിട്ട് ഞാൻ 2012 BCom കഴിഞ്ഞ് നിൽക്കുമ്പോഴേ ഇത് സ്വകാര്യ ജോബ് സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തു. അന്ന് 500 രൂപയാണ് അവർ മേടിച്ചത്. 2 കൊച്ചിയിലും ചെയ്തു, പത്തനംതിട്ട തിരുവല്ലയിലും 2 ജോബ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു സ്വകാര്യം. 500 രൂപ വെച്ച് മേടിക്കുകയും കൊച്ചിക്കാർ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ഒരു കാര്യമായ പ്രയോജനമില്ലായിരുന്നു. പിന്നീട് അവർ വിളിക്കുകയോ എടുക്കുകയോ ചെയ്തില്ല. അപ്പോൾ കൊച്ചി വരെ പോയി, പത്തനംതിട്ടയിൽ നിന്ന് കൊച്ചി വരെ പോയാണ് 500 രൂപ മുടക്കി അന്ന് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോഴിതാ സൗജന്യമായിട്ട് വെരിഫൈഡ് ആയിട്ട് ഗവൺമെൻറ് KDSC ഉൾപ്പെടെയുള്ള വിശ്വസിക്കാൻ പറ്റും, പ്രത്യേകിച്ച് മുൻ ധനകാര്യമന്ത്രിയായിരിക്കും അങ്ങ് ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത്. അതൊരു സമാനതകളില്ലാത്ത ഒരു സംഭവമായിരിക്കും, മുൻമാതൃകയില്ലാത്ത. അപ്പോൾ അത് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്, ചിന്തിക്കുന്നതും ഇത് കഴിഞ്ഞ് ഫോർമൽ ട്രെയിനിങ്, സ്കിൽ ട്രെയിനിങ് ഒക്കെ പലർക്കും വരും. അതിന് ചിലവുണ്ട്. അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കേരള ബാങ്കിൽ നിന്ന് വായ്പ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ, ഇതിനൊക്കെയുള്ള പരിശ്രമങ്ങളാണ്. ഈ ടാർഗറ്റ് ഗ്രൂപ്പ് നമ്മുടെ വിദ്യാർത്ഥികൾ, യുവജനങ്ങളാണ്. അവരങ്ങോട്ട് ചെല്ലുക എന്നുള്ളതാണ്. ഖരഗ്പൂർ IITയുടെ വളരെ രസകരമായിട്ടുള്ള പ്രോഗ്രാം, നിങ്ങൾ IT ഏതെങ്കിലും ഡിഗ്രി കോഴ്സ് എടുത്തിട്ടുണ്ടോ? അല്ല, 12ാം ക്ലാസ് വരെ എടുക്കും. ഒരു ആപ്റ്റിറ്റ്യൂഡ് വേണമെന്നുള്ള ഒരു ടെസ്റ്റ് നടത്തും കണ്ടെടുക്കുന്നതിന് മുമ്പ്. എങ്കിൽ 11 മണിക്കൂർ ഒരു ദിവസം പഠിക്കണം ഓൺലൈനായി. 6 മാസം ഇൻറ്റൻസീവ് ബ്രേക്ക് പാടില്ല. അവർക്ക് ഉറപ്പാണ് അത്രയും കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫഷണലാവും. ഒരു തുടക്കം തന്നെ ഒരു 3-5 ലക്ഷം രൂപയുടെ ജോലി വരും. ജോലി കിട്ടിയിട്ട് ഇവരുടെ ഫീസ് കൊടുത്താൽ മതി. IIT ഖരഗ്പൂറിന് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മുഴുവൻ ഫീസും കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് ജോലിയിൽ നിന്ന് കൊടുത്തു വെച്ചാൽ മതി. പക്ഷെ നമ്മുടെ കുട്ടികളൊന്നും അങ്ങനെ പ്രതികരിക്കുന്നില്ല. കേരളത്തിൽ നിന്നാകെ 80 പേരും കണ്ടോണം കൊടുത്തു, 60 പേരും പത്തനംതിട്ട എന്നാണ്. സോ ഇറ്റ് ഈസ് ക്ലിക്കിങ്. ആളുകൾ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചും ചലഞ്ച് ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നു. BCom പാസ്സാകുന്ന കുട്ടികൾ, അവരെയൊക്കെ പാസ്സാകുന്നില്ല, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യും, ഇത് കഴിഞ്ഞാൽ ജോലി വേണോ. നമ്മളിപ്പോൾ ഏതെങ്കിലും കമ്പനി KPMG ആയിട്ടോ അല്ലെങ്കിൽ പ്രൈസ് വാട്ടറായിട്ടോ ഒക്കെ നമ്മൾ ബന്ധപ്പെട്ട് അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത വർഷം എന്ത് സ്കില്ല് വേണം, എന്ത് പ്രോഗ്രാം പഠിച്ചിരിക്കണം. അപ്പോൾ ഇവരോട് പറയും, ദേ ഇതും കൂടി പഠിച്ചോ. ആ കോളേജിൽ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഞങ്ങളൊക്കെ BCom കഴിയുമ്പോൾ KPMG ഇൻ്റർവ്യൂവിനൊക്കെ എറണാകുളത്തൊക്കെ ആരെങ്കിലും പറഞ്ഞ് കേട്ടറിഞ്ഞ് പോവുക, അന്വേഷിക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് റിക്രൂട്ട് ചെയ്യും. മാത്രമല്ല ഇനി അന്നേരം പറ്റിയില്ലെങ്കിൽ വീട്ടിലേക്കും അന്വേഷിച്ച് വരുന്നത്. കുട്ടികളിങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ആളുകൾ വേണം. ഇത് പറയുമ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ പലരും സംശയം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അങ്ങയുടെ സാന്നിധ്യമുള്ള പലതും കേരളത്തിൽ ചരിത്രമായിട്ടുണ്ട്, പല പദ്ധതികളും. ഈ കുടുംബശ്രീ 25 വർഷം മുമ്പ് കുടുംബശ്രീ നടപ്പാക്കിയപ്പോൾ അന്നും ഇപ്പോൾ കുടുംബശ്രീയുടെ വിജയം ആർക്കും സംശയമില്ല. കേരളത്തിൻ്റെ കുടുംബശ്രീ കേരളത്തിന് അഭിമാനമാണ്. അന്നും ഇതൊക്കെ പറഞ്ഞപ്പോൾ ആളുകളൊക്കെ അന്നും സംശയം രേഖപ്പെടുത്തുകയും പരിഹസിച്ചവരൊക്കെ ഉണ്ടായിരുന്നു 25 വർഷം മുമ്പും. അത് നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഇത്ര വലിയൊരൊന്നായിട്ട് മാറുമെന്നുള്ളത്. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ കരുത്തുകളിലൊന്നാണ് കുടുംബശ്രീയും അതുപോലെ പഞ്ചായത്തും. അത് നമ്മുടെ വളർച്ചയുടെ ഒരു ഘട്ടമാണ്. അടുത്തൊരു ഘട്ടമാണ് ഡീസൻറ്റ് വർക്ക് കൊടുക്കണം ചെറുപ്പക്കാർക്ക്.
എന്തെങ്കിലും വർക്ക് കൊടുത്താൽ മലയാളി വർക്ക് ചെയ്യില്ല. അതല്ലേ 30 ലക്ഷം പേര് പുറത്തുനിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യണത്. ആ ജോലിയും ചെയ്യാൻ ഇവരെ കിട്ടത്തില്ല. അഭ്യസ്തരെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിൽ ഉണ്ടാക്കി കൊടുക്കണം. ഒന്നുകിൽ ഇവിടെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പുറത്ത് കണ്ടുപിടിച്ച് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, അന്ന് കുടുംബശ്രീ എന്നൊക്കെ ആശയം പറഞ്ഞപ്പോൾ അന്ന് ആൾക്കാർ പരിഹസിച്ചിട്ടുണ്ടായിരുന്നോ? ഒന്ന് ഇതൊക്കെ വലിയ എന്താ സ്വപ്നാടനമാണ് എന്നൊക്കെ കരുതിയായിരുന്നു. ഇതൊക്കെ വെറും അരാജകത്വത്തിലേ അവസാനിക്കൂ എന്നുള്ളത്. സത്യം പറയട്ടെ, EMS നമ്പൂതിരിപ്പാട് ഒരാളിലായിരുന്നെങ്കിൽ നടക്കില്ല. കാരണം നമ്മളിങ്ങനെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടായില്ലല്ലോ. അതൊരു പൊളിറ്റിക്കൽ പ്രോഗ്രാം ആക്കുന്നതിന് നേതൃത്വം വേണ്ടേ. അദ്ദേഹമാണ് ഇനി വേണ്ടത് ഇതാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ നടപ്പാക്കാനുള്ള സ്പേസ് കിട്ടിയത് തന്നെ. അപ്പോൾ അന്നും ഇങ്ങനെ പറയണ്ട, ഇന്നും പറയുന്നുണ്ട്. ഇന്നൊക്കെ ചില വിദ്വാന്മാർ കുറച്ച് കുശുമ്പുണ്ടായിരിക്കും, അതൊക്കെ എഴുതി വിടുന്നുണ്ട്, മറുപടി പറയാൻ പോകാറില്ല. ലെറ്റ് അവർ ഡീഡ് സ്പീക്ക്. നമ്മുടെ പ്രവൃത്തി നമുക്ക് വേണ്ടി വർത്താനം പറയട്ടെ. അല്ല ഞാൻ എന്തിനാ ഇവിടെ പുറകെ കിടന്നിട്ട് മറുപടി പറഞ്ഞു നടക്കണേ? ജോലി വേണോ? ഇവിടെ വന്നോ, തരാം. വേണ്ടേ? വരണ്ട. ആരാ കമ്പനിയാണ്? വിമർശിക്കുന്നവർക്കും വരാം. പിന്നെ ജോലി വേണമെങ്കിൽ വരാം. എന്നിട്ട് പറഞ്ഞോ, കിട്ടിയ ജോലി ഇത് പോരായിരുന്നു, ശമ്പളം ഇത്രയും പോരാ, പോയി സമരം ചെയ്ത് മേടിച്ചു വന്നു ശമ്പളം നല്ലത്. ഇതിൻ്റെ പ്രത്യേകതയെ ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രീലാൻസിങ് ആണ് ലോകത്തെ എംപ്ലോയ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്ക്. വീട്ടിലിരുന്ന് പണിയെടുക്കുന്നതാണ്. ഗിഗ് എക്കോണമിയിലേക്ക് പോവുകയാണ്. ഇവിടെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നത്, ഇതിൽ എംപ്ലോയർക്ക് എംപ്ലോയി ആയിട്ട് യാതൊരു ബാധ്യതയില്ലെന്നാണ് വാദിക്കുന്നത്. അവരൊക്കെ സെൽഫ് എംപ്ലോയിഡാണ്, കോൺട്രാക്ട് കൊണ്ടിരിക്കുന്നത്. ഇവിടെ സർക്കാർ ഇൻ്റർമീഡിയറി ആവുകയാണ്. അപ്പോൾ സർക്കാർ ഇപ്പോൾ സ്കില്ല് ചെയ്യുന്നു, നാളെ ജോലി കിട്ടിയാലും അവിടെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഉയരാൻ സഹായിക്കുന്നു. നമുക്ക് സാമ്പത്തിക മെച്ചമാകുമ്പോൾ ഇവരുടെയൊക്കെ സോഷ്യൽ സെക്യൂരിറ്റിയും സർക്കാർ എടുക്കണം. 2021 ബഡ്ജറ്റിലാണ് പറഞ്ഞത്, ഇങ്ങനെ ആർക്കെങ്കിലും ജോലി പുറത്തുനിന്നുള്ളവർ കൊടുക്കുകയാണെങ്കിൽ, കേരളത്തിൽ വർക്ക് ഫ്രം ഹോം കൊടുക്കുകയാണെങ്കിൽ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി സർക്കാർ കൊടുക്കാം. നമ്മുടെ സാമ്പത്തിക മെച്ചപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും നമുക്കത് ഏറ്റെടുക്കാൻ പറ്റും. ഒന്നാലോചിച്ച് നോക്കിയാൽ, കേരളത്തിൽ ഒരു 20 ലക്ഷം പേർക്ക് തൊഴിലുണ്ടാവുക, അതിൽ 3/4 പങ്കും കേരളത്തിലെ സ്ത്രീകളാവുക. സ്ത്രീയുടെ പദവി തന്നെ എന്ത് വലിയ വ്യത്യാസം ഉണ്ടാക്കുമെന്ന് അറിയാം. എന്തൊരു സോഷ്യൽ മാറ്റമായിരിക്കും സൃഷ്ടിക്കാം. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു സംരംഭം, ഒരു പ്രൊജക്റ്റ് കേരള സർക്കാരിൻ്റെ വിജയിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ അടുത്ത ഘട്ടമാണത്. അപ്പം അതിന് ഒരു നൂതന മാർഗമാണ് പത്തനംതിട്ട നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഞാനൊരു പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ടയ്ക്ക് വേണ്ടി അങ്ങോട്ട് നന്ദി പറയുകയാണ്. തോമസ് ഐസക് പറഞ്ഞ പ്രവൃത്തി സംസാരിക്കും അല്ലേ? ഇതുവരെ പ്രവർത്തിച്ചത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുതന്നെയാണ് ഇനിയും ജോബ് ഡ്രൈവും വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പത്തനംതിട്ട ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിത് ടി ബാബു, കൈരളി ന്യൂസ്.